എൻ്റെ പേര് ശിവാനന്ദൻ. എൻ്റെ തൊഴിലെ ആട് വളർത്ത് തന്നെ. പിന്നെ എല്ലാം നാടൻ ആടുകളാണ്. 50 ഏക്കർ. ഇപ്പൊ എൻ്റെ 10 വർഷം കൊണ്ട് ആടിനെ നമ്മൾ വിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആടാ ഉള്ളത്? നമുക്ക് എല്ലാം നാടനാണ്. നാടൻ ആടേ ഉള്ളു. അല്ല ഇനമൊന്നുമില്ല. ഇറച്ചിക്കാണോ വിൽക്കുന്നത്? ഇറച്ചിക്കും വളർത്തനും ഇറക്കും കൊടുക്കും. ഇറക്കി ഇപ്പൊ കൊടുത്ത്. എങ്ങനെയാ നമ്മൾ വിൽക്കുന്നത്? ഇറച്ചി തൂക്കിയാണോ? അല്ലല്ല, ആടിനെ കണ്ട് മതിച്ച് മേടിക്കാം. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ആടിനൊക്കെ എന്തോ വരെയുണ്ട്? ഇതിനൊക്കെ ഒരു 6000-7000 രൂപയ്ക്കകത്ത്. 7000 രൂപ. കുഞ്ഞാടിനെ കൊടുക്കുവാണെങ്കിലോ? ഇങ്ങനെ 3000-4000 രൂപയ്ക്ക് കൊച്ചു പൊടി കുട്ടികൾ. ആ ഒരു റേഞ്ചാ എല്ലാം. ഈ ആട് വളർത്തലിലൂടെ ലാഭം ഉണ്ടോ അത് നഷ്ടമാകും? കാര്യങ്ങൾ എങ്ങനെ നടക്കും? കാര്യങ്ങൾ നമുക്ക് തീറ്റയ്ക്ക് തീറ്റയ്ക്ക് പ്രശ്നമല്ല. നമുക്ക് ഇപ്പൊ നമ്മളെ കാര്യങ്ങള് ഈ പച്ചിലൊക്കെ കഴിക്കുന്നോണ്ട് ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഇറച്ചി നല്ല നാടൻ ആടുകളാണ്. നമ്മൾ ഈ ആടിന്റെ പാല് ഒന്നും എടുക്കത്തില്ലല്ലേ? പാലൊന്നും കറക്കുന്നില്ല. കുട്ടികൾ കുടിക്കുന്നു. ഇതൊക്കെ എത്ര വയസ്സുള്ള ആടാ? ഇതിനൊക്കെ ഇതിപ്പോ ഒരു 4 വയസ്സ്. എന്റെ ആടുകളെല്ലാം ഒറിജിനൽ ആടുകളാണ്. നല്ല ഈ തീറ്റയിൽ നിന്ന് വന്ന നല്ല ഒറിജിനൽ ആടുകളാണ്. നാടാണ്. വനപ്രദേശത്ത് തീറ്റ മാത്രം. ഈ 50 ഏക്കർ വേണ്ടി പേര് എന്നെ വിളിക്കുക. നാടാണ്. അതിന്റെ കുഞ്ഞുങ്ങളാണിത്. കുളത്തൂപ്പുഴ 50 ഏക്കറിലാണ് ഞാൻ താമസിക്കുന്നത്. ആടിനെ വിൽക്കാനുണ്ട്.